പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഷൈൻ ടീച്ചർ നിയമ പോരാട്ടം നടത്തി, LDF പ്രവർത്തകർ കൂടെ നിന്നു എന്നൊക്കെ പറയുന്നത് ശരി തന്നെ. പക്ഷേ അതിൻ്റെ അകത്ത് അഭിമുഖീകരിക്കപ്പെടാത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അന്ന് ഒരു ഓണാഘോഷമായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ലോജിക്കാണ്, യുക്തിയാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്ത്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് ഇരുന്നാൽ എന്ത് എന്നുള്ള നിലയ്ക്ക് ആ വിഷയത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ധീരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് ആ വിഷയത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നിടത്താണ് സംശയം. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ എന്ത് ചെയ്യണം എന്ന് അവർ തീരുമാനിക്കും എന്ന് അവർ ഉദ്ദേശിക്കുന്നത് സെക്സാണ് എന്ന് നേരെ നമ്മുടെ സമൂഹം തീരുമാനിക്കുകയാണ്. അതായത് സ്ത്രീക്കൊരു ശരീരം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ മാത്രമല്ല കേട്ടോ, സ്ത്രീ ഒരു ശരീരം മാത്രമായിട്ടാണ് പാശ്ചാത്യ ലോകത്തും കണ്ടിരുന്നത്. സ്ത്രീക്ക് തലയില്ല, അല്ലെങ്കിൽ ചിന്താശേഷിയില്ല. ശരീരം അവളുടെ സെക്സ് ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താധാര പണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇന്നും നമ്മൾ സാംസ്കാരികമായി അത് നിലനിർത്തിക്കൊണ്ട് പോരുന്നു. അതുകൊണ്ട് സ്ത്രീ തൻ്റെ ഇടത്തോടുകൂടി സംസാരിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്ന ചിന്ത സെക്സ് എന്നുള്ള രീതിയാണ്. ഞാൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് സ്ത്രീകൾക്ക് പറയാൻ കഴിയണം. അതിങ്ങനെ പറഞ്ഞ് കേട്ട് ഇവർക്ക് മനസ്സിലാവും സ്ത്രീക്ക് ശരീരം മാത്രമല്ല ഉള്ളത്, സെക്ഷൽ ആസ്പെക്ട്സ് മാത്രമല്ല ഉള്ളത്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള ഹ്യൂമൻ ബീയിങ് ആണ് ഇന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് മനുഷ്യനുള്ളത്. ആ പരിധിക്കകത്ത് സ്ത്രീയും വരും. ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനകത്ത് 9 തരം ബുദ്ധികളുള്ള ജീവി, ആ ജീവിയിൽപ്പെട്ട ഒരു ജീവിയാണ്. 2 വ്യത്യസ്ത സെക്ഷൽ ആയിട്ടുള്ളതുണ്ടല്ലോ, വ്യത്യസ്ത ജെൻഡറുണ്ട്. ആ ജെൻഡറിനകത്തൊരു ജെൻഡറാണ് സ്ത്രീ. അപ്പോൾ അവൾക്ക് പൊളിറ്റിക്കലായിട്ടുള്ള വിചാരങ്ങളുണ്ട്, സാംസ്കാരികമായ ചിന്തകളുണ്ട്, സാമൂഹ്യമായ ജീവിതമുണ്ട്, വ്യക്തിപരമായ ജീവിതമുണ്ട്. ഇതെല്ലാ ജീവിതങ്ങളുമുണ്ട്, സെക്ഷലായിട്ടുള്ള ജീവിതങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തീരുമാനിക്കാനുള്ള റൈറ്റ് പുരുഷനുള്ളതുപോലെ തന്നെ സ്ത്രീക്കുണ്ട്.